അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ പുതിയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വെറ്റിലപ്പാറ 15-ൽ നിലയുറപ്പിച്ചിരുന്ന ആന വാടാമുറിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യം നാളെ ആരംഭിക്കും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, വലിയ ദൗത്യത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഈ പറയുന്ന ആനയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഇപ്പോഴും പരിക്കേറ്റ നിലയിൽ തുടരുകയാണ്. ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് വനം വകുപ്പ് ഏത് തരത്തിലുള്ള നിരീക്ഷണമാണ് നടത്തുന്നത്? പുതിയ ദൗത്യം എങ്ങനെയാണ് പദ്ധതിയിടുന്നത്? അതായത് വനം വകുപ്പ് ഈ ആനയെ ഇന്നലെ വൈകുന്നേരം ആണ് കണ്ടെത്താനായി കഴിഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ തന്നെ ആനയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വൈകുന്നേരം വാടാമുറി ഭാഗത്ത് ആനയെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അതിനെ തുടർന്ന് ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൗത്യം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഡോക്ടർ അരുൺ സഖറിയ ഇന്ന് രാത്രി വയനാട്ടിൽ നിന്ന് പുറപ്പെടുമെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അതായത് നാളെ രാവിലെ ഇവിടെ എത്തും. അതിനുശേഷം ആദ്യം ഈ ആനയെ ഈ റെസ്ക്യൂ ചെയ്ത് അല്ലെങ്കിൽ ആനയെ ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയി പാർപ്പിക്കേണ്ട അല്ലെങ്കിൽ അവിടെ ചികിത്സ നൽകേണ്ട കൂടിൻ്റെ ഒരു നിലവിലത്തെ സ്ഥിതി അതാണ് ആദ്യം പരിശോധിക്കുക. നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ ഒരുപക്ഷെ പുതിയ കൂട് നിർമ്മിക്കാനായി സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ ഒടുവിൽ വനംവകുപ്പ് അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ അഭയാരണ്യത്തിൽ നിർമ്മിച്ച ഒരു കൂടുണ്ട്. ആ കൂട്ടിലേക്ക് തന്നെ ഒരുപക്ഷെ ഈ ആനയെ കൊണ്ടുവരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആ കൂടിൻ്റെ ഒരു ക്ഷമത ആദ്യം പരിശോധിക്കും. അതിനുശേഷം ആയിരിക്കും ദൗത്യം എന്ന് ആരംഭിക്കണം. അതായത് മിക്കവാറും അധികം വൈകാതെ തന്നെ, അതായത് ഇത് ആനയുടെ ചികിത്സ അധികം വൈകിപ്പിക്കാൻ കഴിയില്ല. കാരണം ആരോഗ്യസ്ഥിതി ഒരുപക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദൗത്യം ആരംഭിക്കുകയും ചെയ്യും. ആദ്യം കൂടിൻ്റെ ഒരു ക്ഷമത പരിശോധിക്കും. അത് ഓക്കെ ആണെങ്കിൽ ആ ഒരു കൂട്ടിലേക്ക് തന്നെ ആനയെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ആരംഭിക്കും. അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ വീണ്ടും ആനയ്ക്ക് മയക്കുവെടി വെച്ച് ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ലോറിയിൽ കയറ്റി പിന്നീട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ഈ കോടനാട് അഭയാരണ്യത്തിലാണ് കൂട് സജ്ജമാക്കാനായി ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ എത്തി പൂർണ്ണമായും ചികിത്സ നൽകും. പക്ഷേ ചികിത്സ കഴിഞ്ഞാലും ഉടനടി തന്നെ ആനയെ വനത്തിലേക്ക് അയക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ആനയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഭേദമായതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ഉണ്ടാകൂ എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. മസ്തകത്തിന് പരിക്കേറ്റ ആന ഇപ്പോൾ നീങ്ങുന്നത്